ഹലോ ഹായ് ഞാൻ ഷമീൻ. ഇന്നും അടിപൊളി ഡെസേർട്ട് റെസിപ്പിയാണ്. നിങ്ങൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കിടിലൻ സാധനം. അത് എനിക്കൊന്ന് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ക്രഞ്ചി സ്വീറ്റ് ടാങ്കി അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സാധനം. സിമ്പിൾ. നമുക്കൊന്ന് ആ കുക്കിങ്ങിലേക്ക് പോകാം. ആ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെടുക്കുന്ന സ്ട്രോബെറിയാണ്. നിങ്ങൾക്ക് ഏത് ബെറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാംഗോ വരെ യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് സ്ട്രോബെറിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. വരി നമ്മൾ സ്ട്രോബെറി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. മൊത്തം എങ്ങനെ വേണം കട്ട് ചെയ്യാം, വലിയ വിഷയമില്ല. അപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പാൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ഈ സ്ട്രോബെറി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായി മെൽറ്റ് ചെയ്ത് നമ്മൾ ആ ജാം സാധാരണ ഞാൻ മിക്ക റെസിപ്പിയിലും ചെയ്തതുപോലെ ഇങ്ങനെ നല്ല മെൽറ്റ് ചെയ്ത് ഷുഗറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഷുഗർ യൂസ് ചെയ്യാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രോബെറി ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഇങ്ങനെ ക്യൂബാണ്. നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചെറിയ ടിന്നിലൊക്കെ വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ സ്ട്രോബെറി കുക്ക് ചെയ്യാത്ത സ്ട്രോബെറി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ആ ഒരു സൈസിലേക്ക് ഉള്ള രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും ഇത് കുക്കാവാനുണ്ട്. എങ്ങനെ നമുക്ക് ഇത് മാറ്റി വെക്കാം. വേറെ ടൈപ്പ് ഓഫ് കുക്കിംഗ് ഉണ്ട്, ബേക്കിംഗ് ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ മാറ്റി വെക്കാണ്. ഒന്ന് തണുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത മിക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് പിന്നെ 2 മുട്ട ഇടാം. അതിലേക്ക് ക്രീം ചീസ് കേട്ടോ. ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 1 കപ്പാണ്, 1 കപ്പ് ക്രീം ചീസ്. പിന്നെ പൗഡേർഡ് ഷുഗർ കുറച്ചൊരു 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ. 1/2 കപ്പിൻ്റെ അകത്തും കുറച്ച് താഴെ കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് മൈദ. ഇത് നമുക്കൊന്ന് പിന്നെ വനില എസൻസ് ഒരു പൊടിക്കുവാണെങ്കിൽ ഒരു നുള്ളി, ഒരു 2-3 നുള്ളി വനില എസൻസും. വനില എസൻസും കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ. അതിലേക്ക് ബട്ടർ പേപ്പർ എല്ലാം ബട്ടറൊക്കെ തേച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ താഴേക്ക് നമ്മൾ സ്ട്രോബെറിയാണ് ഈ അളവ് തന്നെ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ബെറി ഇങ്ങനെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ക്വാണ്ടിറ്റി സെറ്റാവണേ. നമ്മുടെ ഇപ്പോൾ ഈ കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല, എല്ലാ ഗ്യാപ്പെല്ലാം ഫില്ലാവണം. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾ സ്ട്രോബെറിൻ്റെ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ എടുത്ത അളവ് നിങ്ങൾ കണ്ടിട്ടില്ലേ. പക്ഷേ കട്ട് ചെയ്തിട്ടൊരു 2 കപ്പിൻ്റെ മുകളിലുണ്ടാവും, കട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണമെന്നില്ല. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് അടിയിലിടരുത്, അടിയിലിട്ടാൽ അവിടെ ബേൺ ആവും. ഇപ്പോൾ ഇതിൻ്റെ നടുവിലേക്കാണ് കയറുന്നത്. നിങ്ങൾക്ക് ക്രംബിളിന് വേണമെങ്കിൽ കുറച്ച് ബദാം വേണമെങ്കിൽ കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് യെസ് കണ്ടില്ലേ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ, മറന്നുപോയി. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണേ, പറയാൻ മറന്നുപോയി. അളവ് കറക്റ്റ് കേട്ടോ. ഇത് ബേക്ക് ചെയ്ത് വരുമ്പം കിടിലൻ സാധനമായിരിക്കും. ഇതിങ്ങനെല്ലാം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് കയറ്റാം. അപ്പോൾ നമ്മൾ ഓവനിലേക്ക് ഇത് വെക്കാം. 25 മിനിറ്റ്സ് 180 ഡിഗ്രി കേട്ടോ. അപ്പോൾ ഇത് വെക്കുന്നുണ്ടേ. അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ അത് ഓവനിൽ നിന്ന് എടുക്കാം. വാ, ഇപ്പം നമ്മുടെ ചീസ് കേക്ക് റെഡി. അത് എങ്ങനത്തെ ചീസ് കേക്ക്? കിടിലൻ ചീസ് കേക്കാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തിട്ടൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നല്ല മണം കേട്ടോ സ്ട്രോബെറി ഇതൊക്കെ. അടിപൊളി. ആഹാ, വാ 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 വാ. യെസ്. അപ്പോൾ നമ്മുടെ
ഇത് കുറച്ച് ചിൽഡാക്കിയിട്ട് കഴിക്കണം കേട്ടോ, അതേപോലെ ചൂടോടെ കഴിക്കരുത്. നമ്മൾ കുറച്ച് ചിൽഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. യെസ്. ഇതാ പെർഫെക്റ്റ്. ഡിഫറെൻറ്റ് സാധനം. എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രോബെറി നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, നന്നായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു കോംബോ എന്നുവെച്ചാൽ ചീസും മുട്ടയും കൂടിയുള്ള ഒരു കോംബോ. ഒരു ഡിഫറെൻറ്റ് കേക്ക് ചിൽഡ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല സ്ട്രോബെറി നന്നായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതാണ് അതിലെ ശരിക്കും ഫ്ലേവർ തരുന്ന സാധനം. മറ്റേ നമ്മൾ ചീസും മുട്ടയുള്ള ഒരു ന്യൂട്രൽ ഫ്ലേവറാണല്ലോ, അതിൽ മധുരവും കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു സാധനം അതിലേക്ക് കയറുമ്പോൾ നല്ല കിക്കാണ്. കൊള്ളാം. എന്തായാലും ട്രൈ ചെയ്തോ, എല്ലാം ട്രൈ ചെയ്തോ. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ബേക്കിംഗ് പൗഡറോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ചീസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേക്ക്. അതിൽ നിങ്ങൾ ക്രീം ചീസിന് പകരം ക്രീം ചീസിന് പകരമല്ല, ക്രീം ചീസ് യൂസ് ചെയ്തോളൂ. ക്വാണ്ടിറ്റി കുറച്ച് കമ്മിയാക്കിയാലും മതി. എന്നിട്ട് പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്ത് പൗഡറൊക്കെ, മൈദ വേണമെങ്കിൽ കുറച്ചും കൂടെ കമ്മിയാക്കാം. ഇപ്പോൾ വൈറ്റമിൻ തോന്നിയതാണ്. ബാക്കിയെല്ലാം അടിപൊളി. ഈ സ്ട്രോബെറി തന്നെ ചെയ്തോ, എന്നാൽ ആ ഒരു പഞ്ച് നമുക്ക് അതിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എപ്പിസോഡ് എടുത്ത് ടാറ്റാ ബൈ ബൈ പറയണം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.